ഹായ്, ഞാൻ സന. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വെരി 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 സ്പെഷ്യൽ ഗസ്റ്റാണ്. എൻ്റെ ഒരു ഗ്രാജുവേഷനിൽ ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോൾ അബ്രോഡ് സ്റ്റഡീസിനെ കുറിച്ചിട്ടായിരുന്നു എനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം. ആഫ്റ്റർ ഗ്രാജുവേഷൻ ഞാൻ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി. ബട്ട് എനിക്ക് ലാക്ക് ഓഫ് ഇൻഫർമേഷൻ എല്ലായിടത്തുനിന്നും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ലോൺ പരമായിട്ടുള്ളതും ഡോക്യുമെൻറ്റ്സ് പ്യുവറായി കിട്ടാത്തതും എനിക്ക് ഏത് കോഴ്സിൽ ഫൈനലൈസ് ചെയ്യണം എന്നുള്ളതൊന്നും, കാരണം ആ ഒരു കാലത്ത് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാനൊന്നും ആൾക്കാരുണ്ടായിരുന്നില്ല. എല്ലാം പെയ്ഡായിരുന്നു, കൗൺസിലിംഗ് ഒക്കെ പെയ്ഡായിട്ടായിരുന്നു. സ്റ്റുഡൻസ് ഫസ്റ്റ് ടൈമായിട്ട് US അബ്രോഡിൽ വരുമ്പോൾ അവരുടെ മെയിൻ കോമൺ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. കോമൺ ഡൗട്ട്സ് ചില സ്റ്റുഡൻസൊക്കെ ഒരു പാർഷ്യലി അവരെന്നെ റിസർച്ച് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാകുക. ഇന്ന കൺട്രി അല്ലെങ്കിൽ ഇന്ന കോഴ്സ് ഏകദേശം എടുക്കണം, അത് എടുത്ത് കണ്ട എന്തൊക്കെ ഉപകാരം ഉണ്ടാവും എന്നുള്ള രീതിക്കായിരിക്കും വരും. ബാക്കി വരുന്ന സ്റ്റുഡൻസ് ഒരു ഓൾമോസ്റ്റ് ഫുള്ളി ബ്ലാങ്ക് ആയിരിക്കാം, അവർക്ക് എന്ത് എടുക്കണം എന്ന് അറിയില്ല. US അബ്രോഡിന് ഒരു ഡെഡിക്കേറ്റഡ് ടീമുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം കൗൺസിലിംഗ് ടിൽ പോസ്റ്റ് ഡിപ്പാച്ചർ വരെയുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീമുണ്ട്. അതിൽ തന്നെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളൊരു പ്രീ അസസ്മെൻറ്റ് ചെയ്യും. സ്റ്റുഡൻസിന് ഏത് കോഴ്സിലോട്ട് പോകണം, ഏത് കൺട്രി വേണം, അവരുടെ കൂടി മോട്ടീവ് അനുസരിച്ചിട്ടായിരിക്കും ആ അസസ്മെൻറ്റ് നടത്തുന്നുണ്ടാകുക. അവർ പഠിക്കാൻ പോകുന്ന കൺട്രിയിൽ PR എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ടോ, അപ്പോൾ അവർക്ക് പഠിക്കുന്ന കോഴ്സ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ അതനുസരിച്ച് പ്രീ അസസ്മെൻറ്റ് ചെയ്തിട്ട് സ്റ്റുഡൻസിന് നമ്മൾ കോഴ്സിൻ്റെ ഓപ്ഷൻസും കൺട്രി ഓപ്ഷൻസും കൊടുക്കും.